Sharon Thomas. Sharon. Good morning, Miss. Good morning. Just a minute, Sharon. ശരി. എന്തേ വൈകിപ്പോയേ? ഷാരോൺ ജോയിൻ ചെയ്തിട്ട് വീണ്ടും ലെഫ്റ്റ് ആയി തോന്നണം അല്ലേ? അതെ മിസ്സേ. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി നോക്കാം കേട്ടോ, ആരെങ്കിലും ജോയിൻ ചെയ്യണുണ്ടോന്ന് കേട്ടോ ഷാരോൺ. ഓക്കെ ഓക്കെ. എന്നിട്ട് ക്ലാസ് തുടങ്ങാം കേട്ടോ. ഓക്കെ മിസ്സേ. ആരെത്തിയിരിക്കൂല അല്ലേ ഷാരോൺ? ഇല്ല മിസ്സേ. നമുക്ക് തുടങ്ങാം കേട്ടോ. ആയിക്കോട്ടെ. ഷാരോൺ, നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? ഇന്നലെ ഷാരോണിനോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണോ ഷാരോൺ എന്ത് ചെയ്യണം നോക്കി അല്ലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലേ? റെസിപ്പിക്കൽ പ്രോനൗൺ. റെസിപ്രോക്കൽ പ്രോനൗണിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഇന്റർഗ്രേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പഠിച്ചു. പിന്നെ റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പഠിച്ചു. റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അതെ അതെ. We have been studying about relative pronouns. And reciprocal pronoun എന്താണ്? റെസിപ്രോക്കൽ പ്രോനൗൺ എന്താണ്?
ഏതൊക്കെ വേർഡാണ് റെസിപ്രോക്കൽ പ്രോണൗണിൽ ഉപയോഗിക്കുന്നത്? ഈച്ച് അനദർ, വൺ അനദർ. ഈച്ച് അതർ കേട്ടോ, ഈച്ച് അനദർ അല്ല കേട്ടോ. ഓക്കെ ഓക്കെ. വൺ അതർ. അനദർ, ഈച്ച് അതർ ഓർ വൺ അതർ, അനദർ അല്ലെ. ഈച്ച് അതർ എന്ന് വെച്ചാൽ എന്താണ്? അന്യോന്യം. അന്യോന്യം. വൺ അനദർ എന്ന് വെച്ചാൽ എന്താണ്? പരസ്പരം. പരസ്പരം. ഇനി നമ്മള് സിംഗുലർ ആണെങ്കില് എന്ത് അല്ലെ, സിംഗുലർ അല്ല എന്താണ് യൂസ്ഡ് ഫോർ ടു അല്ലെ. രണ്ടു പേരാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? രണ്ടാളുകളാണെങ്കിൽ അല്ലെ, രണ്ടു പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈച്ച് അത് ഉപയോഗിക്കാം. ഇനി രണ്ടോ അതിൽ കൂടുതലോ ആളുകളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വൺ അതർ. കേട്ടോ, വൺ അനദർ കേട്ടോ. വൺ അനദർ കേട്ടില്ലേ? കേട്ടു. അപ്പോ we help dash, ഞങ്ങൾ അന്യോന്യം സഹായിക്കുന്നു എന്നെങ്ങനെ പറയും? We help one another. One another. പരസ്പരം സഹായിക്കുന്നു എന്ന് പറയണതാ Each another. each other. ഇതിൽ എന്ത് എഴുതും? വൺ അനദർ എഴുതോ ഈച്ച് അതർ എഴുതോ? Each another. കാര്യം എന്താ ഈച്ച് അതർ എഴുതിയത്? എന്ത് ഷാരോൺ ടീച്ചർ എഴുതിയതിന്റെ കാര്യം എന്താ? രണ്ടുപേരാണെങ്കിൽ അല്ലെ, കപ്പിൾ അല്ലെ. ഇവിടെ കപ്പിൾ എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ രണ്ടുപേരല്ലേ കപ്പിൾ എന്ന് പറയുമ്പോ ഉണ്ടാവുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അപ്പൊ അത് മനസ്സിലായി അല്ലേ? നന്നായിട്ട് മനസ്സിലായില്ലേ അത്? ഇനി ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എങ്ങനെയാണ്? എന്ത് ചോദിക്കാനാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ഉപയോഗിക്കുന്നത്? To ask questions ചോദിക്കാനാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ്? who, whom, who, what, which, അല്ലെ. ഇതൊക്കെയാണ് എന്ത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയും, ചോദ്യം ചോദിക്കാൻ അല്ലെ. whom വെച്ചതാണ് ആര്, അറിയാന്നല്ലേ. whom എന്താണ്? ആരെ. whose ആരുടെ. what എന്ത്. which ഏത് അല്ലെ. ഇങ്ങനെ നമുക്ക് ആണ് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ എന്താണ് വാട്ട് ഈസ് ദിസ് അല്ലെ. അതായത് ഹൂയൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരു പേഴ്സണെ കാണിക്കാനാണ് നമ്മൾ ഹൂ ഉപയോഗിക്കുന്നത്. ഹൂസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഹൂസ് ഒരു പേഴ്സണെ കാണിക്കാനാണ് ഹൂസ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൂ ഉപയോഗിക്കുന്നത് പേഴ്സണെ തന്നെയാണെങ്കിലും പേഴ്സൺ ആണെങ്കിലും എന്ത് ചിലപ്പോ എന്താണ് പേഴ്സണെ തന്നെ ഹൂ ആരെ എന്നുള്ള രീതിയിൽ കേട്ടോ. പിന്നെ ഹൂസ് ഹൂസ് ഞാൻ പറഞ്ഞു അല്ലേ. ഇനി വാട്ട് ആണെങ്കിലോ
ഒരു ഐഡിയ അല്ലെ, ഐഡിയാസിനെ കാണിക്കാനായിട്ട് നമുക്ക് വാട്ട് ഉപയോഗിക്കാം അല്ലെ. ടൈം, ഇതൊക്കെ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് വാട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആയോ? ഓക്കെ മിസ്. അപ്പൊ ദാറ്റോ persons, things, animals അല്ലേ. പേഴ്സൺ, തിങ്സ്, ആനിമൽസ്, ഇതിനെയൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് ദാറ്റ് ഉപയോഗിക്കാം. വിച്ച് ആണെങ്കിലോ വിച്ച് ഏത് അല്ലെ, സാധനങ്ങളുടെയോ അല്ലെങ്കിൽ ജീവികളൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കാം, വിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആയില്ലേ? ഓക്കെ മിസ്. ഉദാഹരണം വാട്ട് ഈസ് ദിസ് അല്ലെ, അത് എന്താണ് അല്ലെ. അപ്പൊ നമ്മൾ വാട്ട് എന്താണ്, ഏതെങ്കിലും ഐഡിയാസിനെയോ അല്ലെങ്കിൽ തിങ്സിനെയോ അല്ലെ, ഇതൊക്കെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം, വാട്ട് എന്ന ഇൻട്രോഗേറ്റീവ് വേർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആയോ? ഓക്കെ മിസ്. ഇനി വേറെ എന്തെങ്കിലും ഉദാഹരണമൊക്കെ ഒന്ന് പറഞ്ഞേ. പൂ വെച്ചും ഹൂസ് വെച്ച് ഹോം വെച്ചിട്ടൊക്കെ ഉള്ള ഒരു വേർഡ് പറഞ്ഞേ, അല്ല ഓരോരോ സെന്റൻസുകൾ പറഞ്ഞു. Who has written? ഓക്കെ. വേറെന്താ? Who is your father? Who is your father? ഹൂം വെച്ച് പറഞ്ഞു നോക്കിയേ. ഹൂം വെച്ച് ഉണ്ടാക്കാൻ പറ്റണില്ലേ ഷാരോൺ? ഷാരോൺ എന്തോ മിസ് കേൾക്കുന്നുണ്ട്. whom did you ഹൂം വെച്ചാണോ മിസ്സേ? invite? whom did you invite അല്ലേ. ഇനി whose വെച്ചാണെങ്കിലോ? അവന് നോക്ക്, ശ്രമിച്ചു നോക്ക് പറയാനായിട്ട്. Book is it this? Whose book is this? whose book is അല്ലേ, ഇതാരുടെ ബുക്കാണ്. പിന്നെ വാട്ട് വെച്ചാണെങ്കിലോ? What is this? വാട്ട് ഇസ് ദിസ്. വിച്ച് വെച്ചാണെങ്കിലോ? വിച്ച് വെച്ച് പറയൂ. Which is your pen? Which is your pen? ഏതാണ് നിന്റെ പേന? നിന്റെ പേന ഏതാകുന്നു? ഓക്കെ. ഇനി റിലേറ്റീവ് പ്രോനൗൺസ് അല്ലെ, നമ്മൾ പഠിച്ചത് റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ്.
റിലേറ്റീവ് പ്രോണൗൺസ് എന്താണ്? റിലേറ്റീവ് പ്രോണൗൺസ് രണ്ട് സെന്റൻസുകളെ തമ്മിൽ എന്ത് ചെയ്യാനായിട്ട്, എന്ത് ചെയ്യാൻ, യോജിപ്പിക്കാനായിട്ട്, അല്ലെ, ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റിലേറ്റീവ് പ്രോണൗൺസ് ഉപയോഗിക്കാം. പിന്നെ നൗണിനോ പ്രോനൗണിനോ പകരമായി, അല്ലെ, instead of noun or pronoun we can use, അല്ലെ, എന്താണ്, we can use some noun, അല്ലെ, ചില നൗൺസ് പകരമായി ഉപയോഗിക്കുന്ന, അല്ലെ, ആ നൗൺസ് we can use such type of nouns. These nouns are called relative pronouns, അല്ലെ. അപ്പോ നൗണിന് പകരമായോ അല്ലെങ്കിൽ പ്രോനൗണിന് പകരമായിട്ടോ പകരമായി വരുന്ന നൗൺസ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നൗൺ എന്ന് പറയുന്നത് ചിലപ്പോ എന്താണ്, ഹീ ആയിരിക്കുള്ളൂ, അല്ലെ. ആ ഹീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറയുന്നത് ഹീ ആയിക്കോട്ടെ, നൗൺ ആണ്, അല്ലെ, നൗൺ ആണ്, പ്രോനൗൺ ആണ്, അല്ലെ. അപ്പോ ഇതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് വരുന്ന നൗണിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് വിളിക്കുന്നത്. ഇനി റിലേറ്റീവ് പ്രോണൗൺസില് who, whose, who, that, what, ഏഴാമത്തെ ദാറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ ഞങ്ങളവിടെ. ഹൂ എന്തൊക്കെയാണ് വരുന്നത്? ഹൂ, ഹൂസ്, whom, that, what, which, അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വരുന്നത് റിലേറ്റീവ് പ്രോണൗൺസ്? whom, that, what, which, അല്ലേ. ഇനി who എന്നുള്ളത്, who എന്നത് പേഴ്സൺസിനെ സൂചിപ്പിക്കുന്നു, അല്ലെ, വ്യക്തികളെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് who ഉപയോഗിക്കാം പ്രോനൗൺ ആയിട്ട്, കേട്ടോ. whom ആണെങ്കിലും എന്തിനാണ്, ആരെ സൂചിപ്പിക്കാൻ തന്നെയാണ്, വ്യക്തികളെ സൂചിപ്പിക്കാനാണ്. whose ആണെങ്കിൽ എന്താണ്, അതും എന്തിനെ തന്നെ ആയിരിക്കുള്ളൂ, വ്യക്തി, അല്ലെ. പിന്നെ ആനിമൽസ്, പിന്നെ സാധനങ്ങള്, തിങ്സ്, പിന്നെന്താണ്, റിവേഴ്സ്, കൺട്രീസ്, ഇതിനെല്ലാത്തിനും എന്തെന്നാണ് ഉപയോഗിക്കുന്നത്? ഇതിലെല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതായിരിക്കുള്ളൂ? ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണ് ഉപയോഗിക്കുന്നത്? അല്ലെ. ഇനി ദാറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത്, അല്ലെ, പേഴ്സൺസ്, അല്ലെ, ഏതെങ്കിലും പേഴ്സണെയോ തിങ്സിനെയോ അല്ലെങ്കിൽ അനിമൽസിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ആനിമൽസ്, അല്ലെ. ഇതിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് പകരമായിട്ട് ദാറ്റ് ഉപയോഗിക്കാം. ഇനി വിച്ച് ആണെങ്കിലോ, വിച്ച് എന്തിനെ കുറിച്ചാണ്? തിങ്സ്, അല്ലെ, തിങ്സ്.
ജീവനില്ലാത്ത വസ്തുക്കളെയൊക്കെ നമുക്ക് പറയാനായിട്ട് വിച്ച് ഉപയോഗിക്കാം അല്ലെ, ആനിമൽസ് അല്ലെ, ചില ഘട്ടത്തിൽ ആനിമൽസിനെയൊക്കെ ഉപയോഗിക്കാം. ഇനി വാട്ട് ആണെങ്കിൽ ഐഡിയാസോ തിങ്സിനെയോ സൂചിപ്പിക്കാനായിട്ട് എന്തുപയോഗിക്കുന്നു? ഈ പറയുന്ന റിലേറ്റീവ് പ്രോണൗൺസ് നമ്മൾ ഉപയോഗിക്കുന്നു. വാട്ട് എന്ന റിലേറ്റീവ് പ്രോണൗൺസ് ഉപയോഗിക്കുന്നു. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഇനി ഈ റിലേറ്റീവ് പ്രോണൗൺസിനെ ഡെഫിനിറ്റ് ഓർ റെസ്ട്രിക്റ്റ് പ്രോണൗൺ എന്നും ഇൻഡെഫിനിറ്റ് ഓർ നോൺ റെസ്ട്രിക്റ്റഡ് പ്രോണൗൺ എന്ന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡെഫിനിറ്റ് or restrict. ഇനി indefinite, non-restricted. അപ്പോ എന്തൊക്കെയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് അല്ലെ. ഡെഫിനിറ്റിനെ എന്താണ് റെസ്ട്രിക്റ്റഡ് പ്രോനൗൺ എന്നും നോൺ റെസ്ട്രിക്റ്റഡ് പ്രോനൗൺ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. റിലേറ്റീവ് പ്രോനൗൺ കേട്ടോ. അതില് ഇനി അതായത് അതിന്റെ നൗണുമായി ബന്ധപ്പെട്ട് വരുന്ന എസെൻഷ്യൽ ഇൻഫർമേഷൻ തരുന്നു. മനസ്സിലായോ? റിലേറ്റീവ് പ്രോനൗൺസില് ഒരു നോൺ ഡിഫൈനിങ് അല്ലെങ്കിൽ നോൺ റെസ്ട്രിക്റ്റഡ് പ്രോനൗൺ ആണെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അല്ലെ? ഹൗ വി ക്യാൻ റെക്കഗ്നൈസ് നോൺ ഡിഫൈനിങ് പ്രോനൗൺസ് അല്ലെ. നോൺ ഡിഫൈനിങ് പ്രോനൗൺസ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു നൗൺ ആൻഡ് വിച്ച് gives essential informations. Essential informations കേട്ടോ. എന്തിനെ കുറിച്ച്? നമുക്ക് നാമത്തെ കുറിച്ച് എന്ത് തരുന്നു? എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നു. ഇനി ഏതെങ്കിലും എന്താണ് ഈ പറയുന്ന ക്ലോസുകളെ കോമയിട്ട് കണ്ടു കഴിഞ്ഞാല് എന്തെന്ന് വിചാരിക്കണം? അത് ഏത് റിലേറ്റീവ് പ്രോനൗൺ എന്നാണ്, ഏത് ഇതിൽപ്പെട്ട പ്രോനൗൺ ആണെന്ന് വിചാരിക്കണം? ഇൻഡെഫിനിറ്റ് അല്ലെ. ഇൻഡെഫിനിറ്റ് എന്താണ്? ഇൻഡെഫിനിറ്റ് അല്ല, നോൺ ഡിഫൈനിങ്. എന്താണ്? നോൺ ഡിഫൈനിങ് പ്രോനൗൺസ്. ഇൻഡെഫിനിറ്റ് എന്നാണ് ഞാൻ എഴുതിയത് ഷാരോൺ. അല്ല മിസ്സേ, നോൺ ഡിഫൈനിങ് എന്നല്ല എഴുതിയത്. അതെ. നോൺ ഡിഫൈനിങ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, നാമവുമായി ബന്ധപ്പെട്ട ആ നാമത്തെ എന്തറിയുന്നു? എസെൻഷ്യൽ, നാമത്തെ കുറിച്ച് എന്താണ് എസെൻഷ്യൽ ഇൻഫർമേഷൻസ് കിട്ടുന്നു അല്ലെ. എന്ത് പറയുന്നു? നൗൺസിനെ കുറിച്ച് അല്ലെ. ദാറ്റ് നൗൺ അല്ലെ we can gives that gives more information or essential information about that noun അല്ലെ. നൗണിനെ കുറിച്ച് നമുക്ക് എസെൻഷ്യൽ ഇൻഫർമേഷൻ നൽകുന്നു. കൂടാതെ അല്ലെ, കൂടാതെ എന്ത് നൽകുന്നു? എന്തുകൂടിയാണ് നമുക്ക്? how can we recognize this? It is a non-defining pronoun. ഈ നോൺ ഡിഫൈനിങ് പ്രോനൗൺ ആണെന്ന് അറിയാൻ വേണ്ടി മറ്റൊന്ന് എന്താണ്? what is the other thing? ഇൻഫർമേഷൻ with a comma അല്ലേ. അതിനെ എന്തുകൊണ്ട് വേർതിരിച്ചിട്ടുണ്ടാവും? ഒരു കോമ കൊണ്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നോൺ ഡിഫൈനിങ് ആണെന്ന് തന്നെ വിചാരിക്കണം കേട്ടോ. അത് നോൺ ഡിഫൈൻ എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. അങ്ങനെ കേട്ടില്ലേ? ഇപ്പൊ തന്നിരുന്നു ഹിയർ ഈസ് ദ പിക്ചർ. എന്നിട്ട് എന്ത് ചെയ്തെടുക്കുന്നു? ഒരു കോമ തന്നിരിക്കുന്നു. കോമ എന്നിട്ട്
which my sister drew. അപ്പോ ഇത് എന്ത് പ്രോനൗൺ ആണെന്ന് വിചാരിക്കണം. റിലേറ്റീവ് പ്രോനൗൺസിൽ ഇത് ഏത് പ്രോനൗൺ ആണ്? നോൺ ഡിഫൈനിങ് പ്രോനൗൺ. ഡിഫൈനിങ് ആണ് കേട്ടോ. ഞാൻ എഴുതിയത് the man who lives next door is a doctor അല്ലേ? അതും എന്ത് ചെയ്തിട്ടുണ്ട്? കോമ കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോ അത് എന്തെന്നാണ്? നോൺ ഡിഫൈനിങ് പ്രോനൗൺ ആണ്. ഓക്കെയോ? അപ്പോ വാക്യത്തിനകത്തെ നാമത്തെ കുറിച്ച് നമുക്ക് അധികമായിട്ടുള്ള വിവരങ്ങൾ നൽകും അല്ലെ? more essential information. We will get more essential information about that noun അല്ലെ? noun-നെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് നൽകും. പക്ഷെ ആ വാക്യത്തില് നമുക്ക് അതിനെന്താണ് ഈ ക്ലോസ് നീക്കം ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ക്ലോസ് എഴുതിയില്ല. ഞാൻ എഴുതണം എന്താണ്? ഹിയർ ഇസ് ദ പിക്ചർ. ഞാൻ എന്താണ് കോമ ഇടുന്നില്ല ഇവിടെ അല്ലേ? കോമ ഇട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അർത്ഥത്തിൽ വല്ല മാറ്റം വരുന്നുണ്ടോ? ഇല്ല ഇല്ല അല്ലെ? അപ്പോ നോൺ ഡിഫൈനിങ് ആണെങ്കിൽ നാമത്തെ കുറിച്ച് നമുക്ക് മോർ ഇൻഫോർമേഷൻസ്, മോർ എസെൻഷ്യൽ ഇൻഫോർമേഷൻസ് കിട്ടുന്നു. പിന്നെ അത് ഒരു ക്ലോസ് കൊണ്ട് വേർതിരിച്ചിട്ടുണ്ടായിരിക്കും. ആ ക്ലോസ് എന്ന് കോമ കൊണ്ട് വേർതിരിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ കോമ കൊണ്ട് വേർതിരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അതിന്റെ അർത്ഥം മാറില്ല. മനസ്സിലായിട്ടാണോ? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഇപ്പോ ഞാൻ ഇവിടെ എഴുതിയ സെന്റൻസ് ഒന്ന് വായിച്ചേ ഷാരോൺ. I gave him a bottle of water, comma പിന്നെ which he drank very quickly. ഇത് നോൺ ഡിഫൈനിങ് ക്ലോസ് ആണ് അല്ലേ? ഈ ഇങ്ങനെ വരുന്ന നോൺ ഡിഫൈനിങ് ക്ലോസില് ഞാൻ ചിലപ്പോ എന്താണ് ആള് വിച്ച് ചേർത്തില്ല എങ്കിലോ? അവിടെ വെച്ച് ചേർക്കാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? ഒരിക്കലും നോൺ ഡിഫൈനിങ് ക്ലോസില് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നെവർ ഒമിറ്റഡ് അല്ലേ? നെവർ ഒമിറ്റഡ് ക്ലോസ് അല്ലേ? ഒരു ക്ലോസ് എന്ത് ചെയ്യരുത്? ചെയ്യാൻ പാടില്ല. ക്ലോസ് ചെയ്യാൻ പാടില്ല. ക്ലോസ് എന്ത് ചെയ്യാൻ പാടില്ല? ഒമിറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? അങ്ങനെ വിറ്റ് പോവും അല്ലേ? അങ്ങനെ വരുന്ന ക്ലോസുകളൊന്നും ഒമിറ്റ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. ഓക്കെ ഇല്ലേ? മനസ്സിലായി. ഇതിനകത്തുനിന്ന് എറർ കണ്ടെത്തണം കേട്ടോ. തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഡാഷ് കേട്ടോ. കുറെ ഉണ്ട് ഇതില്.
പറയൂ. എറർ തെറ്റാണ് എന്താണ്? നോൺ ഡിഫൈനിങ്ങില് നമ്മൾ എന്ത് ചേർക്കില്ല? ദാറ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ചേർത്തില്ല കേട്ടോ. അപ്പൊ ഇവിടുത്തെ എറർ ഏതായിരിക്കുള്ളൂ? ഇറർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എറർ കണ്ടെത്തണം. അല്ലേ? ദാറ്റ് ചേർക്കില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. നോൺ ഡിഫൈനിങ് ക്ലോസില് ഒരിക്കലും എന്ത് ചേർക്കാൻ പാടില്ല? ദാറ്റ് എന്നത് ചേർക്കാൻ പാടില്ല കേട്ടോ. ഓർത്തോളം കേട്ടോ. കോമ വരുന്നതാണ് നോൺ ഡിഫൈനിങ് ക്ലോസ് എന്ന് മനസ്സിലായില്ലേ? നോൺ ഡിഫൈനിങ് ക്ലോസിൽ എന്ത് വരാൻ പാടില്ല? ദാറ്റ് വരാൻ പാടില്ല. ഞാൻ എഴുതേന പറയൂ. ഇതിൽ ഏത് വരും? ദിസ് ഈസ് മൈ ന്യൂ കാർ. വരോ? ദാറ്റ് വരോ? വിച്ച് വരോ? ഹോം വരോ? ഏതായിരിക്കും വരുന്നത്? വരുന്നതാണോ മിസ്സേ? വരുന്നതാണോ? ദിസ് ഈസ് മൈ ന്യൂ കാർ അല്ലേ? ഇതെന്റെ പുതിയ കാറാണ്. ഈസ് എയർ കണ്ടീഷൻഡ് അല്ലേ? അത് എയർ കണ്ടീഷൻഡ് ആണെന്ന് പറയുന്നത് അതിനെ കുറിച്ച് പറയുന്ന അധിക വിവരമാണ് അല്ലേ? മോർ ഇൻഫർമേഷൻ ആണ് അല്ലേ? ആണ് അല്ലേ? പിന്നെ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ക്ലോസ് അല്ലേ? എന്താണ്? ക്ലോസിന് മുൻപായിട്ട് എന്ത് വന്നിട്ടുണ്ട്? കോമ ഉണ്ട് അല്ലേ? ആ കോമ ഉണ്ടെങ്കിൽ അത് ഏതാണത്? ഡിഫൈനിങ് ആണോ നോൺ ഡിഫൈനിങ് ആണോ? നോൺ ഡിഫൈനിങ് പ്രോനൗൺ അല്ലേ? നോൺ ഡിഫൈനിങ് ആണ് അല്ലേ? നോൺ ഡിഫൈനിങ് ക്ലോസ് ആണ്. അപ്പോ നോൺ ഡിഫൈനിങ് ക്ലോസിൽ ദാറ്റ് ചേർക്കാൻ പാടുണ്ടോ? ഇല്ല ഇല്ല അല്ലേ? അപ്പൊ ദാറ്റ് എന്നുള്ളത് അവിടെ നിന്ന് എന്ത് ചെയ്തു? നമ്മള് കളഞ്ഞു ഇല്ലേ? കളഞ്ഞു അല്ലേ? ഇനി ഹൂ എന്ന് നോക്കൂ. പേഴ്സൺ ആണോ ഇവിടെ? ഒരു പേഴ്സണെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. അല്ല. അപ്പൊ അതും വേണ്ട അല്ലേ? ഇനി എന്താണ്? പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹൂം എന്ന് പറയുന്നത് ആരെ കുറിച്ചാ പറയുന്നത്? ഒരു പേഴ്സണെ കുറിച്ച്. അപ്പൊ അതും വേണ്ട അല്ലേ? അപ്പൊ ശരി ഉത്തരം ഏതായിരിക്കുള്ളൂ? വിച്ച്. എയർ കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്കൊരു പേഴ്സൺ വന്നാലും ഒരു തിങ് വന്നാലും നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അല്ലേ? അതില് സബ്ജക്റ്റ് പ്ലേസില് ഹൂവിന് പകരമായിട്ട് നമുക്ക് എന്താണ്? ഹൂവിനെ ചിലപ്പോ നമുക്ക് ദാറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? വിച്ച് ആണെങ്കില് വിച്ചിന്റെ സ്ഥലത്ത് നമുക്ക് ദാറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒബ്ജക്റ്റ് ആണെങ്കില് ഒബ്ജക്റ്റിന്റെ പ്ലേസ് ഹൂം ആണെങ്കില് അവിടെയും ദാറ്റ് ഉപയോഗിക്കാം. ദാറ്റ് ഉപയോഗങ്ങളാണ് പറഞ്ഞത്. വിച്ച് ആണെങ്കില് അതിന് പകരമായിട്ട് നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം.
ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദാറ്റിനെ എല്ലായിടത്തും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ പൊസസീവായ ഫോഴ്സിന്റെ കൂടെ ഒരിക്കലും നമുക്ക് പേഴ്സൺ ആയാലും തിങ് ആയാലും ഫോഴ്സിന്റെ കൂടെ ഒരിക്കലും നമുക്ക് എന്ത് ചേർക്കാൻ പാടില്ല? ദാറ്റ് ചേർക്കാൻ പാടില്ല. ഓക്കെ ആയോ? ഓക്കെ മിസ്. ഇനി ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി വരികയാണെങ്കിൽ ആ ഡിഗ്രിയുടെ കൂടെ എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കാം. അതിന് പകരമായിട്ട് പൂവോട് ചേർക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു പൂവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ദാറ്റ് ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷേ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെർബ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക്, അല്ലെ? അഡ്ജക്റ്റീവ് ഫോമുകളായിക്കോളും സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ മിക്കവാറും taller than, അല്ലെ? wiser than, beautiful than എന്നൊക്കെ പറയും, അല്ലെ? അപ്പോ the wisest man, അല്ലെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂ ചേർക്കാൻ പാടുണ്ടോ? കാര്യം എന്താ ഇവിടെ? എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് ഒരിക്കലും നമ്മളിവിടെ എന്ത് ചേർക്കാൻ പാടില്ല? പൂ എന്നത് ചേർക്കരുത്. ഓക്കെ ആയോ? പകരം the wisest man that ever lived made mistakes. അല്ലേ? അയാൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? വൈസസ്റ്റ് മാൻ ആണ്, അല്ലെ? ബുദ്ധിമാനായ മനുഷ്യൻ, അല്ലെ? ഒരിക്കലും അയാൾ എന്ത് പറ്റിയിട്ടില്ല, അയാളുടെ കയ്യിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലെ? അപ്പൊ മനസ്സിലായില്ലേ? സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ എന്ത് ചേർക്കാൻ പാടില്ല? മനസ്സിലായോ ഷാരോ ഞാൻ പറഞ്ഞത്? ഞാൻ നേരത്തെ ഒരു ഇത് തന്നു, അല്ലെ? ചില പേഴ്സൺ ആണെങ്കിലും തിങ്സ്, അല്ലെ? വസ്തുക്കളാണെങ്കിലും വിചാരിക്കാം, അല്ലെ? അപ്പോ അതെന്തായിട്ട് വരുമ്പോഴ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കത് പൂ എന്നോ, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നാമമായിട്ട് വരുന്ന സമയത്ത് പൂ എന്നോ അവിടെ ദാറ്റ് എന്നോ നമുക്ക് ചേർക്കാം. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ അതേപോലെ തന്നെ തിരിച്ചാണെങ്കിൽ നമുക്ക്, അല്ലെ, ദാറ്റ് എന്ന് ചേർക്കാം. ഇനി ഒബ്ജക്റ്റ് ആണെങ്കിൽ, അല്ലെ, ഏതെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഞാൻ പഠിപ്പിച്ചെന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒബ്ജക്റ്റ്, അല്ലെ? അപ്പോ ഹൂം ആണെങ്കിൽ ആരെ എവിടെയും നമുക്ക് ദാറ്റ് ചേർക്കാം. വിച്ച് ആണെങ്കിലോ, വിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒബ്ജക്റ്റ് സ്ഥാനത്ത് വിച്ച് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ദാറ്റ് ചേർക്കാം. എന്നാൽ പൊസസീവ് ആയിട്ടുള്ള ഹൂസിന്റെ കൂടെ ഒരിക്കലും, അത് പേഴ്സൺ ആയാലും തിങ് ആയാലും, ഹൂസിന്റെ കൂടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഹൂസിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് ഉപയോഗിക്കരുത്? ദാറ്റ് ഉപയോഗിക്കരുത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ക്ലിയർ ആയി. അപ്പോ ദാറ്റ് ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് ഉപയോഗിക്കാൻ പറ്റിയ എന്താണ്, എവിടെയൊക്കെയാണ് നമ്മൾ ദാറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അല്ലെ? ആഫ്റ്റർ സൂപ്പർലേറ്റീവ്, അല്ലെ? സൂപ്പർലേറ്റീവ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിനുശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി മിസ്സേ. ഇനി രണ്ടാമത്തേത് ഓൾ, സെയിം,
any, none, nothing, only. ഇനി അതേപോലെ തന്നെ പാട്ട്. അപ്പോ ഇതിന്റെ എല്ലാം കൂടെ ഓൾ, സെയിം, എനി, നൺ, നത്തിങ്, ഓൺലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് എന്ത് ചേർത്തോളണം? റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് ദാറ്റ് ചേർത്തോളണം. ആ സെന്റൻസില് ഓൾ എന്നോ സെയിം എന്നോ എനി എന്നോ നൺ എന്നോ നത്തിങ് എന്നോ ഓൺലി എന്നോ കണ്ടു കഴിഞ്ഞാല് എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. ഇനി വാട്ട് എന്നും വാട്ട്, വിച്ച്, ഹൂ തുടങ്ങിയ ഇൻട്രോഗേറ്റീവ് പ്രോനൗണിന്റെ കൂടെ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിന്റെ കൂടെ എന്ത് ചേർക്കാം? ദാറ്റ് ചേർക്കാം. കേട്ടോ? ദാറ്റിന് വെറുതെ കൊണ്ട് നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് എ പേഴ്സൺ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അനിമലോ തിങ്സോ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? അതിന്റെ കൂടെ ദാറ്റ് ചേർക്കാം. ഓക്കെയോ? മനസ്സിലായോ? ഒരു പേഴ്സണോ ഒരു അനിമലോ ഒരു വസ്തുവോ ഒക്കെ ഒരുമിച്ച് ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാല് അവിടെ എന്ത് ചേർക്കാം? ദാറ്റ് ചേർക്കാം. The old man and his dog, that were missing. The old man and the dog that had seen at the shop were missing. അല്ലേ? The old manum പിന്നെ എന്താ വന്നിട്ടുണ്ട്? പറയൂ. His dog. The old man and his dog. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഷാരോൺ? അവിടെ എന്തൊക്കെയുണ്ട് ഷാരോൺ? അവിടെ ഒരു പേഴ്സണുണ്ട്, ഒരു അനിമലാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ? ഒരു പേഴ്സണും ഒരു അനിമലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചേർക്കണമെന്ന് വിചാരിച്ചാൽ മതി. അവിടെ ചൂടായി ചേർക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. പകരം അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചേർക്കാം? ദാറ്റ് ചേർക്കാം. ഓക്കെയോ? ഇനി അടുത്തത് ഏതാണ്? അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാം. റിലേറ്റീവ് പ്രോനൗൺസിനെ എന്തൊക്കെയാണ് ഷാരോണ് അതായത് എന്തെങ്കിലും ഡൗട്ട്? ഷാരോൺ തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. എന്തോ മിസ്സേ? തെറ്റിക്കോട്ടെ, എന്താണ് മനസ്സിലാക്കുന്നത് പറയേ. പഠിപ്പിച്ചതാണോ മിസ്? ഇപ്പം പഠിപ്പിച്ചതാണോ? അതെ. റിലേറ്റീവ് പ്രോനൗൺ പഠിപ്പിച്ചു. പറഞ്ഞോ? റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞോളൂ. എപ്പോഴാണ് റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്? റിലേറ്റീവ് പ്രോനൗൺ രണ്ടായിട്ട് തരംതിരിക്കാം. റിലേറ്റീവ് പ്രോനൗൺ എന്താണ് അതാദ്യം പറയും, എന്നിട്ട് രണ്ടായിട്ട് തരംതിരിക്കണം.
പ്രോണൗന് ഒക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏ മറന്നുപോയാ? ചില നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നൗണിനും പിന്നെ എന്തിനും? പ്രോണൗന്. പ്രോണൗണിനും പകരമായി വരുന്ന, അല്ലേ? പകരമായിട്ട് അതേ മീനോട് പകരമായിട്ട് വരുന്ന മറ്റൊരു ഇതാണ് അതിനെയാണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്, അല്ലേ? അടുത്തത് റിലേറ്റീവ് പ്രോണൗന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് എന്നും നോൺ റെസ്ട്രിക്റ്റ് എന്നും. നോൺ ഡെഫിനിറ്റ് പ്രോണൗൺ എന്ന് വെച്ചാൽ noun which give assertion. പിന്നെ മറ്റൊരു പേരാണ് ഇൻഫോർമേഷൻ. ഒരു എസെൻഷ്യൽ ഇൻഫോർമേഷൻസ് തരുന്നു, അല്ലെ? അതിന് മോർ ഇൻഫോർമേഷൻസ് അബൌട്ട് ദാറ്റ് നൗൺ, അല്ലെ? നൗണിനെ കുറിച്ച് മോർ ഇൻഫോർമേഷൻ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദാറ്റ് നൗൺ, അല്ലെ? നൗണിനെ കുറിച്ച് നമുക്ക് എന്ത് നൽകുന്നു? കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. പിന്നെ കോമ കൊണ്ട് ഇങ്ങനെ വേർതിരിച്ചാൽ അത് നോൺ ഡെഫിനിഷൻ പ്രോണൗൺ ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കോമന്റ് വേർതിരിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. കോമന്റ് വേർതിരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. അത് കഴിഞ്ഞു, അല്ലെ? അതറിയാം. ഇനി വേറെന്തൊക്കെയാണ്? നോൺ ഡെഫിനിഷന്റെ പ്രോണൗന്റെ കൂടെ ദാറ്റ് ചേർക്കാൻ പാടില്ല. നോൺ ഡിഫൈനിങ് ബോക്സിന്റെ കൂടെ ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെ? ഈ ദാറ്റ് ഒക്കെ പിന്നെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി പിന്നെ ചേർക്കാം. അതുപോലെ തന്നെ ഹൂസിന്റെ കൂടെ ഒരിക്കലും ദാറ്റ് ചേർക്കാൻ പാടില്ല. എന്തിന്റെ കൂടെ? ഹൂസിന്റെ കൂടെ നമ്മൾ ദാറ്റ് ചേർക്കുന്നില്ല, അല്ലേ? വേറെ ഓൾ സെയിം എനി നൗൺ, അല്ലെ? എനി നൺ, നത്തിങ്, ഓൺലി, അല്ലെ? ഇതിന്റെയൊക്കെ കൂടെ എന്ത് ചേർക്കാം? ദാറ്റ് ചേർക്കാം. പിന്നെ വേറെ എന്തൊക്കെ കൂടെയാണ്? ഇന്റർഗേറ്റീവ് പ്രോണൗന്റെ കൂടെ ഹൂ, ഹൂസ്, ദാറ്റ് ഇതൊക്കെ ചേർക്കാം. എന്താണ് റിലേറ്റീവ് പറഞ്ഞത് ഷാരോ? ഇന്റർഗ്രേറ്റീവ് പ്രോണൗന്റെ കൂടെ ദാറ്റ് ചേർക്കാം. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിന്റെ കൂടെ എന്ത് ചേർക്കാം? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആണ് കാണുന്നതെങ്കിൽ അവിടെ എന്താണെന്ന് വിചാരിക്കുക? അവിടത്തെ പ്രോനൗൺ ഏതാണ്? എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഇതാണ്, അല്ലെ? ഡെഫിനിറ്റ് ആണ് അവിടെ. അതാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? അവിടെ എന്താണ്? തീർച്ചയായിട്ടും എന്ത് ഉപയോഗിച്ചോളണം? ദാറ്റ് ഉപയോഗിക്കണം, അല്ലേ? പിന്നെ വേറെ പറഞ്ഞല്ലോ, പേഴ്സ്, ആനിമല്, തിങ്സ് ഇതിന്റെ കൂടെ ഒക്കെ ദാറ്റ് ചേർക്കാം.
ഇതിന്റെയൊക്കെ കൂടെ പൗണ്ടൻ അനിമൽ തിങ് അല്ലെ, ഇതിന്റെ എല്ലാം കൂടെ എന്ത് ചേർക്കാം? That ചേർക്കാം. ഓക്കെ ഇല്ലേ? ഓക്കെ മിസ്. ഓക്കെ ഇല്ലേ ഷാരോൺ? ഓക്കെ മിസ്സേ. ആ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല മിസ്സേ. ഞാൻ ഒരു ഇംഗ്ലീഷിലാക്കാനൊന്ന് ഇതൊന്ന് ശരിയാക്കി. ഷാരോൺ that man whom a lottery it's in who won a lottery, he is in office now, അല്ലേ? അതായത് ലോട്ടറി കിട്ടിയ ഒരാള് ഇപ്പൊ എവിടെയുണ്ട്? എവിടെയാണ് അവൻ? ഓഫീസിലാണ് അല്ലേ? അപ്പോ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? തിങ് ആണോ പേഴ്സൺ ആണോ? person. പേഴ്സൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് റിലേറ്റീവ് പ്രോണൗൺ നമുക്ക് ഉപയോഗിക്കാം? Interrogative pronoun. അല്ല സോറി, ഏത് ഉപയോഗിക്കാം? ഏത് റിലേറ്റീവ് പ്രോണൗൺ നമുക്ക് ഉപയോഗിക്കാം? പഠിച്ചില്ലേ? ഹൂ എന്ന് പറഞ്ഞാൽ ഇന്റർഗേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ചൂടെ? interrogative pronoun. അവിടെ ഒന്ന് വായിച്ചേ, ആ കീ മാറ്റിയിട്ട്. Lottery. The man. Lottery pay. The man bought a lottery. Oh, he feels now. മനസ്സിലായോ ഷാരോ? ഇപ്പൊ മനസ്സിലായി. എന്നാൽ ഈ രണ്ട് സെന്റൻസുകളൊക്കെ എന്താണ്? ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്താണ് നമുക്ക് എന്ത് ചേർക്കാമെന്നുള്ള ഒരു പരിപാടി റിലേറ്റീവ് പ്രോണൗൺ ചേർക്കാൻ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലായി അല്ലേ? പക്ഷേ ഈ റിലേറ്റീവ് പ്രോണൗൺസിനെ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ചേർക്കാം. അതാണ് രണ്ട് സെന്റൻസുകൾ നമ്മൾ തോൽപ്പിച്ചുകൊണ്ട് അർത്ഥം മാറാതെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. പക്ഷെ എല്ലാ കേസസിലും നമുക്കത് സാധ്യമല്ല കേട്ടോ. അത് ഞാൻ അടുത്ത ക്ലാസ്സില് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് സാധ്യമല്ലാത്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. കേട്ടില്ലേ? എല്ലാത്തിനും നമുക്ക് കണക്കുണ്ടെങ്കിൽ ചേർക്കാൻ പറ്റോ? ഇല്ല. പറ്റോ? ഇല്ല മിസ്സേ. ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൗണിന് ശേഷമായിട്ട് എന്ത് ചേർത്തുകൊണ്ട് ഈ റിലേറ്റീവ് പ്രോണൗൺസ് ചേർത്തുകൊണ്ട് നമുക്ക്
സെന്റൻസുകൾ ഉണ്ടാക്കാൻ. അതായത് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും ഇംഗ്ലീഷില് നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും ഒക്കെ നമുക്ക് റിലേറ്റീവ് പ്രോണൗൺസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ റിലേറ്റീവ് പ്രോണൗൺസ് എവിടെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നന്നായിട്ട് നമ്മള് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? എന്നാൽ മാത്രമാണ് ആ റിലേറ്റീവ് പ്രോണൗൺസിന്റെ നമുക്ക് എവിടെയാണ് ഈ സ്ഥലത്താണ് ഈ റിലേറ്റീവ് പ്രോണൗൺ പറഞ്ഞാല് അർത്ഥം മാറാതെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നമ്മള് ഓക്കെയോ? ഓക്കെ മിസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സില് ഇത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് റിവൈസ് വരിക കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. ക്ലാസ് ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു മിസ്.